വെൽക്കം ബാക്ക്. ഐഷസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ചെറിയൊരു വ്ളോഗുമായിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത്. പിന്നെ ആദ്യം തന്നെ ഒരു കാര്യം പറയട്ടെ, ഇൻഷാ അല്ലാഹ് നമ്മളെല്ലാവരും കൂടി ഇന്ന് ഉംറക്ക് പോവുകയാണ് ഇന്ന് വൈകിട്ട്. അപ്പം നിങ്ങളെല്ലാവരും ദുആ ചെയ്യണം, കുഴപ്പങ്ങളൊന്നും കൂടാണ്ട് അവിടെ എത്താനും എല്ലാം നല്ല ഭംഗിയിൽ ചെയ്ത് തീർക്കാനും ഒക്കെ. അതുപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് പ്രത്യേകം ദുആ ചെയ്യുന്നതായിരിക്കും കേട്ടോ ഇൻഷാ അല്ലാഹ്. ഇപ്പോൾ ചുമയുടെ സീസണാണെന്ന് തോന്നുന്നു അല്ലേ. എല്ലാവർക്കും ഇങ്ങനെ മാറി മാറി വരുന്നുണ്ട്. എൻ്റെ അത് ഇപ്പോഴും മാറിയിട്ടൊന്നുമില്ല. അപ്പോൾ റോസിന് ഒന്ന് വന്ന് പോയതായിരുന്നു, പിന്നെ വീണ്ടും എന്താ പോകാൻ നേരമായപ്പോൾ വീണ്ടും ഒന്ന് കൂടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ റിസ്ക് എടുക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് ഡോക്ടറെ കാണാൻ വന്നതാണ്. അങ്ങനെ മരുന്നൊക്കെ വാങ്ങിച്ച് വീട്ടിലോട്ട് പോവാണ്. പിന്നെ ഇതെൻ്റെ ഏളാപ്പൻ്റെ മോളുടെ ഹസ്ബൻഡാണ്. അപ്പം അവർ നമ്മൾ ഉംറക്ക് പോകുന്നുണ്ടെന്ന് അറിഞ്ഞപ്പം കാണാൻ വേണ്ടിയിട്ട് വന്നതായിരുന്നു. കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞുതരാൻ വേണ്ടിയിട്ട്. ആൾ കുറച്ച് ഇസ്ലാമിക് കാര്യങ്ങളും ക്ലാസ്സുകളൊക്കെ എടുക്കാറുണ്ട്. അപ്പോൾ അത് റിലേറ്റഡ് ആയിട്ട് വന്നതായിരുന്നു. പിന്നെ ഇത് രാഗി, ഞാൻ കഴിഞ്ഞ കുറച്ച് മുമ്പത്തെ ഒരു വ്ളോഗിൽ ഇതുപോലെ രാഗി കഴുകി സോക്ക് ചെയ്ത് വെച്ച് വെള്ളമൊക്കെ ഡ്രെയിൻ ചെയ്ത് പുറത്ത് ഉണക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ അടുത്ത വ്ളോഗിൽ അതിൻ്റെ ബാക്കിയുള്ളത് കാണിക്കാൻ വിട്ടുപോയതാണ്. അപ്പോൾ ഇത് ഞാനിപ്പോൾ രണ്ടാമത്തെ തവണ ഉണ്ടാക്കിയതാണ് കേട്ടോ. സെയിം പോലെ തന്നെ ഉണ്ടാക്കിയതാണ്. പക്ഷേ ആ പൊടിക്കുന്നൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. കാരണം പലരും ചോദിക്കുന്നുണ്ടായിരുന്നു, പിന്നെ എന്താ ചെയ്യുക, അത് അങ്ങനെ തന്നെ അരച്ചിട്ട് എടുക്കുകയാണോ അതോ എടുത്ത് വെക്കുകയാണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതങ്ങനെയല്ല. അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് മുമ്പ് എപ്പോഴും ഒരു വ്ളോഗിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് രാഗി പൊടി വീട്ടിലുണ്ടാക്കുക എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പിന്നെ കാണിക്കാഞ്ഞത്. അപ്പോൾ ഇതിപ്പം ഞാൻ ഏതായാലും ഉണ്ടാക്കുന്നുണ്ട്, അപ്പോൾ അതുകൊണ്ട് കാണിച്ചതേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ നമുക്ക് പൊടിച്ച് വെക്കാം. അത് പുറത്ത് വെച്ച് നന്നായിട്ട് ഉണങ്ങിയിട്ട് പൊടിച്ച് വെക്കാം. ഓക്കെ, മുമ്പത്തെ വ്ളോഗ് കാണാത്തിട്ടുണ്ടെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. എങ്ങനെയാണ് ഹോം മെയ്ഡ് രാഗി പൗഡർ ഉണ്ടാക്കാമെന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ പൊടിച്ചതാ. ഇതുപോലെ ഈ ബോട്ടിൽ ഇത് അത്രയേ ഉള്ളൂ കേട്ടോ. നമ്മളിപ്പോൾ 1 കിലോ രാഗി എടുത്താൽ അത് എത്ര ഉണ്ടാവുള്ളൂ. അതിപ്പോൾ ഒരു 2-3 ദിവസത്തിന് പുട്ടുണ്ടാക്കാനുണ്ടാവുള്ളൂ. ഞാൻ മെയിനായിട്ട് പുട്ടുണ്ടാക്കുക. പിന്നെ ഞാൻ രാഗി പുട്ട് ഉണ്ടാക്കുമ്പം മൊത്തം രാഗി എടുക്കാറില്ല. അതിൻ്റെ കൂടെ ചിലപ്പോൾ ഞാൻ റെഡ് റൈസിൻ്റെ പൗഡറും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അത് ചേർക്കും. അല്ല എന്നാണെങ്കിൽ നമ്മൾ സാധാ അരിപ്പൊടി ഉണ്ടല്ലോ, വറുത്ത അരിപ്പൊടി, അത് ചേർക്കും കേട്ടോ. ഇതാണ് റെഡ് റൈസിൻ്റെ പൊടി കേട്ടോ. ഞാൻ അതും സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അന്ന്. പിന്നെ അത് വറുക്കുന്നൊന്നും കാണിച്ചിട്ടുണ്ടായിരുന്നില്ല, അതൊന്നും ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത് ഞാൻ അന്ന് എടുത്ത വീഡിയോ കേട്ടോ ഈ കാണിക്കുന്നത്. അത് ഞാൻ അതിൻ്റെ ഇടയ്ക്ക് പിന്നെ കാണിക്കാൻ വിട്ടുപോയതാണ്. അപ്പോൾ അന്ന് ഇതാ നമ്മൾ അരി, ഇത് റെഡ് റൈസാണ്, അത് നന്നായിട്ട് കഴുകി വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇതുപോലെ ഓട്ടപാത്രത്തിൽ അല്ലെങ്കിൽ ഇങ്ങനെ സ്ട്രെയിനറിൽ വെള്ളം ഡ്രെയിൻ ചെയ്യാൻ വെക്കുക. അപ്പോൾ വെള്ളം നന്നായിട്ട് ഡ്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഫ്രൈങ് പാനിൽ, നമ്മളിത് ഉണക്കല്ല ചെയ്യുന്നത്, ഇങ്ങനെ ഫ്രൈങ് പാനിൽ ഒന്നിങ്ങനെ വറുത്തെടുക്കുക ചെയ്യുന്നത്. അത് വീണ്ടും നന്നായിട്ട് ഇങ്ങനെ പൊടിക്കാൻ പരുവത്തിൽ വേണം വറുത്തെടുക്കാൻ. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അരി ഇങ്ങനെ എടുത്ത് നോക്കുക. അപ്പം അതിങ്ങനെ എന്താ പറയുക, പ്രസ് ആവുന്നില്ല എന്നാണെങ്കിലാണ് പൊടിക്കാനുള്ള പരുവാവുക കേട്ടോ. പിന്നെ നമ്മൾ വിചാരിക്കുന്ന പോലെ ഇങ്ങനെ അരി സോക്ക് ചെയ്ത് വെച്ചിട്ട് പൊടിപ്പിച്ചെടുക്കൂലേ, അത് നമ്മൾ മില്ലിൽ പോയി പൊടിപ്പിക്കുന്നതന്നെ നല്ലത്. നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പം പൊടിക്കുമ്പോൾ കുറേശ്ശെ ഇട്ടിട്ട് കുറച്ച് അധികം നേരം നമ്മൾ സമയം സ്പെൻഡ് ചെയ്യേണ്ടി വരും. ഇത് പിന്നെ നമ്മൾ ഹെൽത്തി വൈസ് നോക്കുമ്പോൾ റെഡ് റൈസിൻ്റെ ഈ ഒരു പൊടി നല്ലതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പിന്നെ എത്ര മെനക്കെട്ടാലും വേണ്ടിയില്ല. ഇത് ഞാൻ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ, ഇത് രാഗി പുട്ടുണ്ടാക്കില്ലേ, അതിലേക്ക് ഞാൻ 1-2 ടേബിൾ സ്പൂണ് ഇത് ചേർത്ത് കൊടുക്കുള്ളൂ. ഇതുകൊണ്ട് ഞാൻ മൊത്തത്തിൽ ഉണ്ടാക്കാറില്ല കേട്ടോ പുട്ട്. അപ്പം ഇത് അതിലോട്ട് ചേർത്ത് കൊടുക്കും. അപ്പോൾ ഇത് കുറച്ച് നല്ല അത്യാവശ്യം തരി ഉണ്ടാവും, ഭയങ്കരമായിട്ട് ഫൈനല്ല, കുറച്ച് തരി ഉണ്ടാവും. പുട്ടിനൊക്കെ നല്ലതാണ്. അപ്പോൾ ഇതുപോലെ പൊടിച്ചെടുക്കുക കേട്ടോ. പൊടിച്ചെടുക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ, ടൈം എടുക്കുന്ന പ്രോസസ്സാണ്. അത് ഏത് അരി സോക്ക് ചെയ്ത് വെച്ചിട്ടാണെങ്കിലും നമ്മൾ വീട്ടിലുണ്ടാക്കുകയാണെങ്കിൽ നമ്മുടെ മിക്സിയിൽ പൊടിക്കുമ്പോൾ കുറച്ച് സമയം എടുക്കും. കാണുന്ന പോലെ പെട്ടെന്ന് ഇങ്ങനെ പൊടിച്ച് കിട്ടുമൊന്നുമില്ല കേട്ടോ. അപ്പോൾ അതാ രാഗി പൗഡറും റെഡ് റൈസ് പൗഡറും റെഡി ആയിട്ടുണ്ട്. ഇത് ചെറുപയർ മുളപ്പിച്ചതാണ്. ഇതിന് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ളതാണ്. അതുപോലെ തന്നെ ഒരുപാട് പേര് എന്നോട് ചോദിക്കാറുണ്ട്, ഇപ്പോൾ എന്തൊക്കെയാണ് ഫുഡ് ഐറ്റംസ് സ്പെഷ്യലായിട്ട് കഴിക്കാമെന്ന്. ഇത് മെയിനായിട്ട് ഇപ്പം ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കാറുണ്ട്. ഇത് തേങ്ങ ചേർത്തിട്ട് ഉപ്പേരി ആക്കിയിട്ടാണ് ഉണ്ടാക്കുക കേട്ടോ. അപ്പോൾ വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ പോലെ ഇന്ന് വൈകിട്ടാണ് നമ്മൾ ഉംറക്ക് പോകുന്നത്. ഇൻഷാ അല്ലാഹ് എല്ലാവരും കൂടിയാണ് പോകുന്നത്. കുറച്ച് ദിവസത്തേക്ക് മാത്രമാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ ഗ്രൂപ്പിലൊന്നുമല്ല പോകുന്നത്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ എന്താണെന്നുള്ളത് തിരിച്ച് വന്ന ശേഷം ഞാൻ പിന്നീട് പറയുന്നുണ്ട് കേട്ടോ. പിന്നെ വ്ളോഗൊന്നും ചെയ്യുന്നില്ല, കാരണം നമ്മൾ പോകുന്നതിൻ്റെ ഉദ്ദേശം തന്നെ മാറിപ്പോവും വ്ളോഗൊക്കെ ചെയ്താൽ. അപ്പോൾ അതുകൊണ്ട് വ്ളോഗൊന്നും എടുക്കുന്നില്ല ഇൻഷാ അല്ലാഹ്. പിന്നെന്താ,
ഡ്രസ്സും കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെക്കുകയാണ്, പോകാൻ നേരമുള്ള ഡ്രസ്സൊക്കെ റെഡിയാക്കി വെക്കുകയാണ്. ഇത് ഇഹ്റാം ഡ്രസ്സാണ് ഇക്കാൻ്റെ. അപ്പോൾ അതൊക്കെ ഇവിടുന്ന് തന്നെ വാങ്ങിച്ചു, അവിടുന്ന് വാങ്ങിക്കാം. അപ്പോൾ ഇവിടുന്ന് കൊണ്ടുപോകാൻ ഇപ്പോൾ നമ്മൾ റിസ്ക് എടുക്കണ്ടെന്ന് വെച്ചിട്ട് ഇവിടുന്ന് തന്നെ എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ അത്യാവശ്യം വേണ്ട കുറച്ച് സാധനങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. പിന്നെ മാസ്ക് എടുക്കുന്നുണ്ട്, കാരണം അത്യാവശ്യം ആൾക്കാർക്ക് അവിടെ ഇൻഫ്ലുവൻസ ഒക്കെ ആണെന്ന് പറയുന്നുണ്ട്. പിന്നെ ഇതൊരു ടൈപ്പ് ബാഗാണ് കേട്ടോ. ഇത് ഇഹ്റാം കെട്ടിയ ശേഷം പിന്നെ ഇങ്ങനത്തെ ബാഗിലാണ് നമ്മൾ ചെരുപ്പ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇട്ട് വെക്കാൻ, അങ്ങനെ നമ്മൾ തോളിടുന്ന ബാഗെന്ന് പറഞ്ഞു, അങ്ങനെ പലരും പറഞ്ഞു. നമ്മൾ പലരോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ പലരും നമ്മൾക്ക് ഇങ്ങോട്ടൊക്കെ ഇത് കൊണ്ടുപോകണം അത് കൊണ്ടുപോകണം എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ആ രീതിയിലാണ് നമ്മളിതൊക്കെ എടുക്കുന്നത് കേട്ടോ. ഒരുപാട് പേര് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇത് പ്രെയർ മാറ്റാണ്, നമ്മൾ പോക്കറ്റിൽ വെക്കാൻ പറ്റുന്ന പ്രെയർ മാറ്റാണ്. കാരണം നമ്മൾ പെട്ടെന്ന് നമുക്ക് എന്താ പറയുക, ഹറമിൻ്റെ ഉള്ളിൽ എത്താൻ പറ്റിയില്ല എന്നൊക്കെ ആണെങ്കിൽ ചിലപ്പം ഇതിന് ഭയങ്കര യൂസ്ഫുള്ളാവും. നമ്മൾ വലിയ മാറ്റൊക്കെ കൊണ്ടുപോകുമ്പോൾ അത് നമുക്ക് എന്താ പറയുക, ക്യാരി ചെയ്യാൻ ബുദ്ധിമുട്ടാവും. അപ്പോൾ ഇതാവുമ്പോൾ നമുക്ക് പോക്കറ്റിലൊക്കെ വെക്കാം. അപ്പോൾ ഇതാണ് സംഭവം കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമ്മൾ ആമസോൺ ത്രൂ ഇവിടുന്ന് ഓർഡർ ചെയ്തതാണ്. ആ ബാഗും ഒക്കെ അങ്ങനെ ഓർഡർ ചെയ്തതാണ് കേട്ടോ. അപ്പം ഇങ്ങനെ ഉംറയ്ക്ക് പോയവരൊക്കെ ഒരുപാട് പേര് ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ബുദ്ധിമുട്ടാവരുത് വിചാരിച്ചിട്ട്. അതുപോലെ ചെരുപ്പൊക്കെ മാക്സിമം എന്താ പറയുക, സ്റ്റോക്ക് വെക്കാനൊക്കെ പറഞ്ഞിരുന്നു. അതുപോലെ കുട്ടികളെ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ അവർക്ക് ഉള്ള ചിപ്സും ബിസ്ക്കറ്റും അങ്ങനെ സ്വീറ്റ്സും ഒക്കെ കൊണ്ടുപോയിക്കോളൂ. കാരണം കരയാണ്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുപോകാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫുഡ് ഐറ്റംസ് മെയിനായിട്ട് കേട്ടോ. പിന്നെ ചെരുപ്പൊക്കെ അങ്ങനെ എന്താ പറയുക, എല്ലാവർക്കും അങ്ങനെ സെപ്പറേറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. നമ്മൾ ഷൂ ഒക്കെ എന്താ പറയുക, എന്തൊക്കെയോ പറഞ്ഞു. അതെന്തായാലും എനിക്ക് ഇൻഷാല്ലാ ഇപ്പോൾ എനിക്ക് അതിനെപ്പറ്റി എനിക്ക് ഒന്നും ധാരണയില്ല. എന്തായാലും വന്നിട്ട് ഞാൻ വിശദമായിട്ട് സംസാരിച്ച് നിങ്ങൾക്ക് എൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യേണ്ടത്, അതായിരിക്കും നല്ലത്. അപ്പം ഇനി പോകാനുള്ളവർക്ക് അതൊരു യൂസ്ഫുൾ ആവുന്ന വീഡിയോ അങ്ങനെ പറ്റുമോ നോക്കട്ടെ, അങ്ങനെ ഞാൻ ചെയ്യേണ്ട കേട്ടോ. പിന്നെ ഇൻഷാല്ലാ എന്തായാലും സുഖമായിട്ട് പോയി വരാൻ നിങ്ങളെല്ലാവരും ദുആ ചെയ്യണം. എന്നോട് പ്രാർത്ഥിക്കാൻ ഒരുപാട് പേര് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം എന്നോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞ എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ പ്രത്യേകം ദുആ ചെയ്യുന്നതായിരിക്കും കേട്ടോ ഇൻഷാല്ലാ. പിന്നെ 1-2 വീഡിയോസൊക്കെ ഞാൻ സ്കെഡ്യൂൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. റെസിപ്പി വ്ളോഗാണ് വെച്ചിട്ടുള്ളത് കേട്ടോ. കാരണം ഇത്രയും ദിവസം വീഡിയോസ് ഇടാണ്ടിരിക്കാനും പറ്റില്ലല്ലോ. അപ്പം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതുപോലെ ഞാനും റീനും റോസും ബാക്ക് പാക്കിലാണ് ഡ്രസ്സൊക്കെ വെച്ചിട്ടുള്ളത്. ഒരുപാട് ലഗേജൊന്നും കൊണ്ടുപോകുന്നില്ല കേട്ടോ. പിന്നെ ഇക്കാൻ്റെയും റൂഹിൻ്റെതും പിന്നെ അത്യാവശ്യം സാധനങ്ങൾ മാത്രമാണ് അങ്ങനെ പെട്ടിയിൽ വയ്ക്കുന്നത്. അപ്പോൾ എല്ലാവരും ഉറങ്ങിയ ശേഷമാണ് ഈ പാക്കിംഗ് ഒക്കെ നടക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് രാത്രിയാണ് പാക്കിംഗ് ഒക്കെ ചെയ്തത്. അങ്ങനെ മോർണിംഗ് മക്കളൊക്കെ കിടന്നുറങ്ങുന്നതാണ്. പിന്നെ റോസു ക്ലാസ്സിൽ പോയിട്ടില്ല, അത്യാവശ്യം വയ്യാണ്ടായിട്ടുണ്ട് ആൾക്ക്, ചുമച്ചിട്ട് രാത്രി മുഴുവൻ ചുമക്കായിരുന്നു. പകലാണ് കുറച്ചൊന്ന് ഉറങ്ങാൻ പറ്റിയത് കേട്ടോ. അപ്പം പോകാൻ നേരമാകുമ്പോഴേക്കും ഒന്ന് റെഡിയാവുമെന്ന് വിചാരിക്കുന്നു ഇൻഷാല്ലാ. അപ്പോൾ നേരത്തെ പൊടിച്ചിട്ടുള്ള രാഗിയില്ലേ, അത് വെച്ചിട്ടുണ്ടാക്കിയ പുട്ടാണ്. അതിൻ്റെ കൂടെ കുറച്ച് റെഡ് റൈസിൻ്റെ പൗഡറും കൂടി ചേർത്തിട്ടുണ്ട്. പിന്നെ തലേ ദിവസത്തെ ചിക്കൻ കറി, പിന്നെ നമ്മുടെ ചെറുപയർ മുളപ്പിച്ചിട്ടുണ്ടല്ലോ, അത് ഉപ്പേരി ആക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ പഴം കുറേ ബാക്കിയുണ്ട്, അപ്പോൾ അത് പുഴുങ്ങിയെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ സ്കൂളിലേക്കും ഓഫീസിലോട്ടൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ചപ്പാത്തി ചുട്ട് വെച്ചിട്ടുണ്ട്. ഒരുപാട് ഇന്ന് കാര്യമായിട്ടുണ്ട് കേട്ടോ. മിക്ക ദിവസങ്ങളും ഇങ്ങനെ തന്നെയാണ്, പല പല സാധനങ്ങളായിരിക്കും ബ്രേക്ക്ഫാസ്റ്റിന്. ദോശ ഒരാൾക്ക് പുട്ട്, ഒരാൾക്ക് രാഗി പുട്ട്, അങ്ങനെ പല ഓട്സ് പുട്ട്, അങ്ങനെ പല പുട്ടുകളും ഉണ്ടാവും. ഇവിടെ രാഗി പുട്ട് അങ്ങനെ മക്കൾക്ക് വല്ലാണ്ട് ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് ചിലപ്പം ഞാനും മിക്കും മാത്രമേ കഴിക്കുന്നുണ്ടാവുള്ളൂ. ഇന്നിപ്പോൾ ഞാൻ എല്ലാവർക്കും കൂടിയാണ് ഉണ്ടാക്കി. അപ്പം എന്താണ് നമ്മുടെ ചെറുപയർ മുളപ്പിച്ച് കേട്ടോ. അപ്പം മുളപ്പിച്ച് ഞാൻ തേങ്ങ ആദ്യം കുറഞ്ഞ വെളിച്ചെണ്ണ പാനിൽ ഒഴിച്ചിട്ട് അതിലോട്ട് ചെറുപയർ മുളപ്പിച്ചിട്ട് കൊടുത്തു, തേങ്ങ ഇട്ട് കൊടുത്തു, ഉപ്പിട്ട് കൊടുത്തു, അത്രേ ചെയ്തിട്ടുള്ളൂ. പിന്നെ അടച്ച് വെച്ചിട്ട് കുറഞ്ഞ ഫ്ലെയിമിൽ കുറച്ച് നേരം വേവിച്ചെടുക്കാം. ഒരുപാട് നേരം കുക്ക് ചെയ്യേണ്ടെന്ന് ആവശ്യമില്ല, എന്നാലും ഒരു കടിക്കുന്ന പരുവത്തിലായിരിക്കും ഈ ചെറുപയർ ഉണ്ടാവുക കേട്ടോ. മുളപ്പിച്ച ചെറുപയർ നല്ല ഹെൽത്തിയാണ്, നല്ല ടേസ്റ്റാണ്. ഇങ്ങനെ ഒരു കടിക്കുന്ന പരുവായിരിക്കും ഈ ചെറുപയറിന്. പലരും ഇത് സാലഡ് പോലെ കഴിക്കുന്നൊക്കെ, നമ്മൾ സാലഡിലൊക്കെ ഇങ്ങനെ മുളപ്പിച്ച് ചെറുപയറിട്ട് അങ്ങനെ പച്ചക്ക് കഴിക്കും വേവിക്കാണ്ട്. അതും നല്ല ഹെൽത്തിയാണ് ശരിക്കും ഈ മുളപ്പിച്ച ചെറുപയർ കേട്ടോ. രാവിലെ ചിക്കൻ കറി എന്ന് പറയുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. പുട്ടിൻ്റെ കൂടെ പ്രത്യേകിച്ച് ഒരു കോമ്പിനേഷനാണ് അല്ലേ.
പിന്നെ പോകുന്നതിന് മുമ്പ് ഒരുപാട് വീഡിയോസ് ചെയ്ത് തീർക്കാനുണ്ടായിരുന്നു. നാട്ടിൽ നിന്ന് എനിക്ക് തന്നൊരു പ്രൊഡക്റ്റാണിത്. അപ്പോൾ ഇതുവരേക്കും എനിക്കിത് ചെയ്യാനുള്ളൊരു ഒഴിവ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇത് ഷുഗർ ഇല്ലാത്ത നമ്മളെ ഡ്രീം കേക്ക് ഉണ്ടാക്കുന്നതിൻ്റെ ഒരു കിറ്റാണ് കേട്ടോ. അപ്പം ഭയങ്കര യൂസ്ഫുൾ ആകും ഈ ഡയബറ്റിക് പേഷ്യൻസിനൊക്കെ. ഇതുപോലെ എന്താ പറയുക, ഡ്രീം കേക്ക് കഴിക്കാൻ ആഗ്രഹമുള്ളവരുണ്ടാവും. പിന്നെ ഡയറ്റിലുള്ളവർക്ക് ഡ്രീം കേക്ക് കഴിക്കാൻ ആഗ്രഹമുള്ളവരൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ അവർക്കൊക്കെ പറ്റിയ നല്ലൊരു പ്രൊഡക്റ്റാണ് സ്യൂഗറിൻ്റെ ഇങ്ങനെ ഒരു കേക്ക് കിറ്റ് കേട്ടോ. ഇതിപ്പം ഡ്രീം കേക്കിൻ്റെയാണ്. അങ്ങനെ ഒരുപാട് കിറ്റുകളുണ്ട് കേട്ടോ കേക്കിൻ്റെ തന്നെ, ഈ സ്യൂഗറിൻ്റെ. അപ്പം ഈ എന്താ പറയുക, ഡ്രീം കേക്കിൻ്റെ കിറ്റിൽ അതിൻ്റെ എല്ലാ സംഭവങ്ങളും ഉണ്ട്. കേക്ക് മാത്രം നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഉണ്ടാക്കണം. അത് എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് അവർ കൊടുത്തിട്ടുണ്ട്, അവരുടെ ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. റെസിപ്പി ബുക്കും ഉണ്ടാവും ഇതിൻ്റെ കൂടെ. അപ്പം കേക്ക് ഉണ്ടാക്കാനായിട്ട് ഞാനിപ്പം ഒരു മുട്ട എടുത്തിട്ടുണ്ട്. ചെറിയ കേക്കല്ലേ വേണ്ടത്. അതിലോട്ട് വാനില എസൻസ് ഒരു 1/4 ടീസ്പൂണ്. അതുപോലെ ഇത് 10 ഗ്രാമിൻ്റെ കേക്കിൻ്റെ ജെല്ലാണ്. അതിൽ 2 ഗ്രാം മതി നമുക്ക് ഈ ഒരു കേക്കിലോട്ട് കേട്ടോ. ഇനിയാണ് നമ്മുടെ സംഭവം ഉള്ളത്. ഇത് സ്വീറ്റ്നറാണ്. 55 ml സ്വീറ്റ്നറാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഇത് പഞ്ചസാരക്ക് പകരം ചേർക്കുന്ന സ്വീറ്റ്നറാണ്. ഹെൽത്തി ആയിട്ടുള്ള സ്വീറ്റ്നറാട്ടോ. നല്ല നാച്ചുറൽ ആയിട്ടുള്ള ടേസ്റ്റ് തന്നെയാണ്. അത് കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഫ്ലോർ മിക്സ് ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് 1/3 കപ്പ് മൈദ ചേർത്തിട്ടുണ്ട്. അതിലോട്ട് 1/8 ടീസ്പൂണ് ബേക്കിംഗ് സോഡയും 1/8 ടീസ്പൂണ് ബേക്കിംഗ് പൗഡറും എടുത്തിട്ടുണ്ട്. അതുപോലെ കൊക്കോ പൗഡർ എടുത്തത് 4 ടേബിൾ സ്പൂൺ. ഇങ്ങനെ ലെവൽ ചെയ്തിട്ട് വേണം ഇട്ട് കൊടുക്കാൻ കേട്ടോ. അപ്പം മെഷർമെൻറ്റ്സൊക്കെ ഞാൻ പറഞ്ഞല്ലോ, ആ ഒരു റെസിപ്പി ബുക്കിലുണ്ട്. അത് എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി പോയിട്ട് അതാണ് ഞാൻ ഇപ്പോൾ ഇവിടെ കാണിക്കാത്തത്. അപ്പോൾ അത് അരിപ്പയിലൂടെ അരിച്ചെടുത്തിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഈ നമ്മൾ മുട്ട ബീറ്റ് ചെയ്തില്ലേ അതിലോട്ട് ചേർത്ത് കൊടുക്കുക. ചേർത്ത് കൊടുത്ത പാടെ നമ്മൾ ബീറ്റ് ചെയ്യരുത്. ഒന്നങ്ങോട്ട് ഇളക്കി കൊടുത്ത ശേഷം അതിലോട്ട് നമുക്ക് ഓയിൽ ചേർക്കാനുണ്ട്. 15 ml ഓയിൽ ചേർക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് ബീറ്റർ വെച്ചിട്ടൊരു 2-3 മിനിറ്റ് ഒന്ന് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ എല്ലാം കൂടി നന്നായിട്ട് കമ്പൈൻ ആയിട്ട് വന്നതാ. ഈ ഒരു പരുവത്തിലാണ്. നമ്മളിപ്പം ഇതിൽ വെള്ളം ഒഴിക്കണം അങ്ങനെയൊക്കെ വിചാരിക്കും, ഒന്നും വേണ്ട കേട്ടോ, അങ്ങനെ തന്നെ മതി. എന്നിട്ട് ഞാനിപ്പം നമുക്ക് ഓവനിൽ വേണമെങ്കിൽ ബേക്ക് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ചെറിയൊരു എന്താ പറയുക, സോസ് പാനിൽ ഇതുപോലെ അത് ബേക്ക് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ താഴെ ഞാൻ ഓയിലായിട്ട് ഗ്രീസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. സൺഫ്ലവർ ഓയിലായിട്ട് ഗ്രീസ് ചെയ്തിട്ടുണ്ട് പാന്. എന്നിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയ ശേഷമാണ് ഇത് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. അതൊന്ന് ശ്രദ്ധിക്കുക. എന്നിട്ട് ഇതുപോലെ അടച്ച് വെക്കുക. ആദ്യം ഒരു 1-2 മിനിറ്റ് ഒന്ന് ചൂടാക്കിയെടുക്കുക. അതിനുശേഷം അടിയിലൊരു പാന് വെച്ചിട്ട് വേണം ചൂടാക്കിയെടുക്കാൻ. അപ്പോൾ ഇതിപ്പോൾ ഒരു 10 മിനിറ്റിൻ്റെ മുകളിൽ എടുത്തിട്ടുണ്ട് കേട്ടോ. 15 മിനിറ്റിൻ്റെ അകത്താണ് ഈ ഒരു കേക്ക് റെഡിയാവാൻ ആക്കിയിട്ടുള്ളത്. അപ്പോൾ ഓരോ എടുക്കുന്ന പാനിനനുസരിച്ച് ഇരിക്കട്ടെ അത് എത്ര സമയം എന്നുള്ളതൊക്കെ. അപ്പോൾ നമ്മുടെ കേക്ക് അവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് കേക്ക് ആട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ ബാക്കി പരിപാടിയിലോട്ട് പോവാം. ഇത് ഡാർക്ക് ചോക്ലേറ്റ് ആണ്. അത് ഞാൻ ഡബിൾ ബോയിൽ ചെയ്യുക കേട്ടോ. അപ്പോൾ ഒരു ബൗളിലേക്ക് ഇതുപോലെ ഡബിൾ ബോയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുക്കുക. പിന്നെ അതിലോട്ട് 2-3 ടേബിൾ സ്പൂണ് തിക്ക് ക്രീം അല്ലെങ്കിൽ ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കുക. ഞാൻ തിക്ക് ക്രീമാട്ടോ എടുത്തിട്ടുള്ളത്, പക്കിൻ്റെ തിക്ക് ക്രീമാണ് എടുത്തിട്ടുള്ളത്. അത് രണ്ടും കൂടി ഇതുപോലെ ഡബിൾ ബോയിലിങ്, അതായത് താഴെ ഒരു പാനിൽ കുറച്ച് വെള്ളം വയ്ക്കുക. നന്നായിട്ട് തിളച്ച ശേഷം അതിൻ്റെ മുകളിൽ ഇതുപോലെ തിളയ്ക്കുന്ന സമയത്ത് നമുക്ക് ഒരു ഗ്ലാസിൻ്റെ ബൗൾ അതിൻ്റെ മുകളിൽ വയ്ക്കുക കേട്ടോ. എന്നിട്ട് അതിൽ വേണം നമ്മൾ ആ ഒരു ചൂടിൽ വേണം നമ്മളത് മെൽറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ കേക്ക് അവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത് കുറച്ച് സമയം എടുക്കും ഇത് മെൽറ്റാവാൻ വേണ്ടിയിട്ട്. ആ ചൂടിൽ, ആ താഴെയുള്ള ആവിയുടെ ചൂടിൽ വേണം ഇത് മെൽറ്റാവാൻ വേണ്ടിയിട്ട്. നേരെ നമ്മളത് ബോയിൽ ചെയ്തെടുക്കരുത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഡബിൾ ബോയിലിംഗ് ചെയ്യൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓവനിൽ വെച്ചിട്ട് അത് മെൽറ്റ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ കേക്ക് ഇത് അവിടെ സെറ്റായിട്ടുണ്ട് കേട്ടോ. കേക്ക് അതായത് ഈ ഒരു ടോട്ടെ അല്ലെങ്കിൽ ഈ ഒരു ഡ്രീം കേക്ക് ഉണ്ടാക്കാനുള്ള ഒരു ബോക്സ് വരെ അവർ ഇതിൻ്റെ കൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ നമ്മുടെ കേക്ക് വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് പാലും ഈ സ്വീറ്റ്നറും കൂടി മിക്സ് ചെയ്തിട്ട് ഒരു ബൗളിൽ മിക്സ് ചെയ്യുക. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ, ഈ കേക്കിൻ്റെ മുകളിൽ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. കേക്കൊന്ന് നന്നായിട്ടൊന്ന് വെറ്റാവാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ടാണ് നമ്മൾ അതിൻ്റെ മുകളിൽ ബാക്കി സ്റ്റെപ്സൊക്കെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അവിടെ കേക്ക് അവിടെ അതിൽ കിടന്നിട്ട് സോക്കാവട്ടെ. ഇനി വിപ്പിംഗ് പൗഡർ, ആ പാക്ക് മുഴുവൻ ഞാൻ അതിൽ ചേർത്തിട്ടുണ്ട്. ഒരു ബൗളിൽ ഇട്ട് കൊടുക്കുക. അതിലോട്ട് കുറച്ച് തണുത്ത പാലിട്ടോ, കുറച്ച് മാത്രം മതി. പാൽ ഒരുപാട് ഒഴിക്കരുത്. എന്നിട്ട് നല്ലോണം ഇതുപോലെ വിസ്ക് വെച്ചിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ നല്ല തിക്കായിട്ട് വരും. അതിലോട്ട് നമ്മളിപ്പോൾ നേരത്തെ റെഡിയാക്കിയിട്ടുള്ള ഈ ഡാർക്ക് ചോക്ലേറ്റും അതുപോലെ നമ്മുടെ ക്രീമും കൂടിയുള്ള മിക്സ് ഉണ്ടല്ലോ, അതിൽ നിന്ന് 1 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുക. ഈ മൂസ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. അപ്പം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമ്മുടെ കേക്കിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കാം.
ഞാനിതുവരെ ഡ്രീം കേക്കിൻ്റെ റെസിപ്പി ഷെയർ ചെയ്യാത്തത് വേറൊന്നും കൊണ്ടല്ല. ഇത് ഹോം ബേക്കേഴ്സിന്, അതായത് ഉണ്ടാക്കി സെയിൽ ചെയ്യുന്നവർക്ക് ഇത് ഭയങ്കര സിമ്പിളായിരിക്കും. ബൾക്കായിട്ട് ഉണ്ടാക്കുമ്പോൾ നമ്മൾ കുറച്ച് മാത്രം ഉണ്ടാക്കുമ്പോൾ ഒരുപാട് പണിയാണ്. അപ്പോൾ അതിനേക്കാളും ഭേദം നമുക്കിത് എന്താ പറയുക, പുറത്തുനിന്ന് വാങ്ങിച്ച് കഴിക്കുന്നതായിരിക്കും എന്ന് വിചാരിക്കും. അപ്പോൾ അത് ഫ്രീസറിൽ വെക്കാൻ കേട്ടോ 1 മണിക്കൂർ. അതിന് ശേഷം നമ്മൾ ബാക്കിയുള്ളതൊക്കെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതിതാ ഷുഗർ ഫ്രീ ആയിട്ടുള്ള ചോക്ലേറ്റാണ്, മിൽക്ക് ചോക്ലേറ്റ് ആട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട് ഇങ്ങനെ കഴിക്കാൻ. ഷുഗർ ഫ്രീ ആണ്. അപ്പം ഡയബറ്റിക്സ് പേഷ്യൻസിനൊക്കെ നല്ലതും ആട്ടോ. നല്ലതെന്ന് മീൻസ് അവർക്ക് മധുരം കഴിക്കാൻ താല്പര്യമുള്ള ഒരുപാട് പേരുണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ നല്ലതാണ്. അല്ലാണ്ട് മധുരം ഒട്ടും കഴിക്കാൻ ഇഷ്ടപ്പെടാത്തവർക്ക് വെറുതെ കഴിക്കണം എന്നല്ല കേട്ടോ പറയുന്നത്. അപ്പം അതിലോട്ട് കുറച്ച് പാലൊഴിച്ചിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. കുറച്ച് മാത്രം പാലും മതി കേട്ടോ. അപ്പോൾ അതും അവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ അവിടെ സെറ്റാക്കാൻ വെച്ചില്ലേ, ഇത് ഹേസൽനട്ടുള്ള ചോക്ലേറ്റ് ആട്ടോ. അതിലോട്ടാണ് നമ്മൾ ഇതിൻ്റെ മുകളിലാണ് ഇത് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത്, 3ാമത്തെ ലെയറായിട്ട് കേട്ടോ. നമ്മൾ ഫസ്റ്റ് റെഡിയാക്കി വെച്ചില്ലേ, ഒരു മൂസ് റെഡിയാക്കിയില്ലേ, അത് ഡാർക്ക് ചോക്ലേറ്റ് വെച്ചിട്ടാണ്. ഇത് മിൽക്ക് ചോക്ലേറ്റ് കേട്ടോ. അപ്പോൾ 3ാമത്തെ ലെയറും അവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് നട്ട്സ് ഇട്ട് കൊടുക്കാം. നട്ട്സ് ഞാൻ ഇതിൽ അവർ പറഞ്ഞിട്ടുള്ള റെസിപ്പി ബുക്കിൽ പറഞ്ഞിട്ടുള്ളത് കാഷ്യൂസും ആൽമണ്ടും ആണ്. ഞാൻ ആൽമണ്ട് മാത്രമേ ഇട്ടിട്ടുള്ളൂ. അപ്പം അത് നട്ട്സ് ഇട്ട് കൊടുത്തു. അതിൻ്റെ മുകളിൽ നമ്മുടെ മൂസ് ബാക്കിയുള്ളത് വെച്ച് കൊടുത്തു. പിന്നെ കുറച്ച് കൊക്കോ പൗഡറും കൂടി സ്പ്രെഡ് ചെയ്തു. പിന്നെ കൊക്കോ പൗഡർ സ്പ്രെഡ് ചെയ്യുമ്പം നല്ല ഭംഗിയായിരിക്കും ഇങ്ങനെ മുകളിൽ കാണാൻ. പക്ഷേ അത് ചിലപ്പോൾ കുട്ടികൾക്ക് ഒരുപാടൊന്നും ഇഷ്ടമാവില്ല. അപ്പോൾ കുറച്ച് മാത്രം സ്പ്രെഡ് ചെയ്താൽ മതി കേട്ടോ. ഞാൻ ഭംഗിക്ക് വേണ്ടി മാത്രമാണ് ഒരുപാട് ഇട്ടിട്ടുള്ളത്. അപ്പോൾ 1 മണിക്കൂർ ഫ്രീസറിൽ വെച്ചിട്ട് വേണം ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഷുഗർ ഫ്രീ ആണെന്ന് പറയുകയില്ല, എന്നാൽ നമുക്ക് നല്ലോണം കഴിക്കുകയും ചെയ്യാം, സമാധാനത്തിൽ കഴിക്കാം. അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ഈ ഹോം ബേക്കേഴ്സിനൊക്കെ ഇങ്ങനത്തെ കിറ്റ് ബൾക്കായിട്ട് വാങ്ങിച്ചിട്ട് അവർക്ക് അവരുടെ ഷുഗർ ഫ്രീ കേക്ക്സ് ആവശ്യമുള്ള കസ്റ്റമേഴ്സിന് കൊടുക്കാം, ഉണ്ടാക്കി കൊടുക്കാം ഇതുപോലെ. അപ്പം എനിക്കിപ്പോൾ അവരോടാണ് ഇത് പറയാനുള്ളത്. ശരിക്കും നിങ്ങൾ ഹോം ബേക്കേഴ്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിത് ട്രൈ ചെയ്യുക കേട്ടോ. കാരണം ഷുഗർ ഫ്രീ കേക്ക്സിന് ഒരുപാട് ആൾക്കാർക്ക് ഇഷ്ടമുണ്ടാവും. അതുപോലെ ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ ഉണ്ടാക്കണം എന്നാണെങ്കിൽ ഭയങ്കര സിമ്പിൾ തന്നെയാണ്. കാരണം ഞാനിപ്പോൾ കാണിച്ച പോലെ എല്ലാ സാധനങ്ങളും അവർ ആ ഒരു കിറ്റിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈവൻ ആ ഒരു കേക്കിൻ്റെ ടിന്ന് വരെ കൊടുക്കുന്നുണ്ട്. എക്സെപ്റ്റ് ആ ബേസ് കേക്ക് ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് ഉണ്ടല്ലോ, മൈദയും കൊക്കോ പൗഡറും ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ, മുട്ട, ഓയിൽ, അത്രയും ചേരുവകൾ നമ്മൾ വീട്ടിൽ വേണ്ടി വരും. ബാക്കിയൊക്കെ അവർ അതിൻ്റെ കൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ സ്യൂഗറിനെ പറ്റിയിട്ട് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ സ്യൂഗർ എന്ന് പറഞ്ഞാൽ 0 ഷുഗർ എന്നാണ്. ഇത് കേരളത്തിലെ ഫസ്റ്റത്തെ എക്സ്ക്ലൂസീവ് ഷുഗർ ഫ്രീ ബ്രാൻഡാട്ടോ. അതുപോലെ ഇവരുടെ അടുത്ത് ഒരുപാട് ഷുഗർ ഫ്രീ സ്വീറ്റ്സ് ആൻഡ് ഡെസേർട്ട്സ് ഉണ്ട്. ഡയബറ്റിക് പേഷ്യൻസിന്, അതുപോലെ ഹെൽത്ത് കോൺഷ്യസ് ആയവർക്കൊക്കെ ഇങ്ങനെ മധുരം കഴിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവരുടെ അടുത്ത് നിന്ന് നിങ്ങൾക്ക് ഇതുപോലെ ഷുഗർ ഫ്രീ സിറപ്പൊക്കെ ഓർഡർ ചെയ്തിട്ട് നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. അപ്പോൾ നിലവിൽ അവരുടെ അടുത്ത് 5 ഡിഫറെൻറ്റ് ഫ്ലേവേഴ്സിലുള്ള കേക്കിൻ്റെ കിറ്റ്സ് ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാനായിട്ട് സ്യൂഗർ വെബ്സൈറ്റ് ത്രൂ ഓർഡർ ചെയ്യാം. ഇന്ത്യയിൽ എവിടെയും ഡെലിവറി ഉണ്ട്. ഔട്ട്സൈഡ് ഇന്ത്യയും ഡെലിവറി ഉണ്ട്. അതിൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഞാൻ താഴെ കൊടുക്കാം. അപ്പോൾ എന്തായാലും താഴെ പിന്നീട് കമൻറ്റും ചെക്ക് ചെയ്യുക. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക, ഫീഡ്ബാക്ക്സ് അറിയിക്കുക. താങ്ക്